സച്ചിനേക്കാൾ ഉയരത്തിലാണ് വിരാട് കോഹ്ലിയുടെ സ്ഥാനം. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയേക്കാൾ വലിയൊരു ബാറ്ററെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ആ സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് മറികടന്ന പ്രകടനം സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും നമ്മൾ അഹമ്മദാബാദിൽ കണ്ടു. അതിന്റെ മികവിൽ ഇന്ത്യ കിരീടത്തിലേക്ക് എത്തുമ്പോൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ, സന്തോഷിക്കാൻ ഏറെയുണ്ട്. ശ്രാവൺ, ഒരു ലോകകപ്പിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന താരം ഇന്ന് വരെ വിരാട് കോഹ്ലി ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ സഞ്ജു സാംസണാണ്, നമ്മുടെ സ്വന്തം. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സർ പറത്തുന്ന താരം നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. ആകെ 5 മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു സാംസൺ ഈ ലോകകപ്പിൽ കളിച്ചത് എന്നുകൂടി ഓർക്കണം. ബാക്കിയുള്ള താരങ്ങളെല്ലാം 9 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ സഞ്ജു സാംസൺ ആകെ 5 മത്സരങ്ങൾ മാത്രം കളിച്ചാണ് ഈ നേട്ടത്തിലേക്ക് എത്തുന്നത്. അഭിമാനം. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അമേരിക്കയെ നേരിടുമ്പോൾ സഞ്ജു സാംസന്റെ സ്ഥാനം ഡഗ് ഔട്ടിലായിരുന്നു. നിരാശയോടെ മൈതാനത്തേക്ക് നോക്കുന്ന സഞ്ജുവിനെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അഭിഷേക് ശർമ്മയ്ക്ക് അസുഖം വന്നപ്പോഴാണ് നമീബിയക്കെതിരെ ആദ്യ മത്സരത്തിൽ അവസരം കിട്ടുന്നത്. പ്രതീക്ഷിച്ച ഒരു മികവിലേക്ക് എത്താൻ സഞ്ജുവിന് കഴിഞ്ഞില്ല. അതിനുശേഷം സിംബാബ്വെക്കെതിരെ ഒരു മത്സരത്തിൽ അവസരം കിട്ടുന്നു. അപ്പോഴും സഞ്ജുവിന് 30ലേക്ക് എത്താൻ കഴിയുന്നില്ല. 20കളിൽ വീഴുന്നു. പക്ഷേ നിർണായകമായ ഒരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് നമ്മൾ തോൽക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് നിർബന്ധിതരാകുന്നു. സഞ്ജു സാംസണ് അവസരം കിട്ടുന്നു. അത് ഇന്ത്യയുടെയും സഞ്ജുവിന്റെയും തലവര മാറ്റുന്നു. സഞ്ജു സാംസൺ ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ ആദ്യ റൺസ് നേടിയത് 6ലൂടെയാണ്. അതാണ് അത് അവസാനിക്കും.